കഥയുടെ തുടക്കത്തിൽ ഒരു മോഡലായ കിംബലിയെ കാണിക്കുന്നു. അവളൊരു റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്യാൻ വെസ്റ്റ് വെർജീനിയയിലെ കാടുകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവൾ തന്റെ മാനേജറുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൻ അവൾക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മുന്നിൽ 2 വഴികളെത്തുമ്പോൾ മാനേജർ അവളോട് പേപ്പർ ഫാക്ടറിയിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാൻ പറയുന്നു. അവൾ അതേ വഴി കാർ ഓടിച്ചു പോകുന്നു. ആ വഴിയിലേക്ക് കടന്നതോടെ അവളുടെ കോൾ കട്ടായി പോകുന്നു. മൊബൈൽ നോക്കുമ്പോൾ സിഗ്നലില്ലെന്ന് കാണിക്കുന്നു. ഫോണിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യൻ കാറിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നു. കിംബലി ഭയന്ന് കാറിൽ നിന്നിറങ്ങി അവനെ പരിശോധിക്കാൻ പോകുന്നു. അവൻ മരിച്ചിട്ടില്ലായിരിക്കട്ടെ എന്നവൾ പ്രാർത്ഥിക്കുന്നു. അടുത്തെത്തി നോക്കുമ്പോൾ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവനിൽ ഇനിയും ശ്വാസമുണ്ടായിരുന്നു. അവനെ സഹായിക്കാൻ അവൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അപ്രതീക്ഷിതമായി അവൻ അവളെ പിടിച്ചെടുക്കുന്നു. അവളുടെ താഴത്തെ ചുണ്ട് അവൻ കടിച്ചു പറിച്ച് വേർപെടുത്തുന്നു. അതിനെ പച്ചയ്ക്ക് ചവച്ചു തിന്നുന്നു. വേദനയിൽ കിംബലി തളർന്നു പോകുന്നു. അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ മുന്നിൽ നിന്ന് മറ്റൊരു ഭീകര മ്യൂട്ടന്റ് എത്തി അവളുടെ വഴി തടയുന്നു. അവൻ അവളെ പിടിച്ചെടുക്കുന്നു. ആ മ്യൂട്ടന്റിന്റെ പേര് 3 ഫിംഗർ എന്നായിരുന്നു. 3 ഫിംഗർ കിംബലിയെ നേരെ നിർത്തി ഒരു കൊടുവാളാൽ കൊണ്ട് അവളെ 2 കഷണങ്ങളാക്കി വെട്ടിക്കളയുന്നു. ശേഷം ഇരുവരും അവളുടെ ശരീരഭാഗങ്ങൾ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വിരമിച്ച കർണൽ ഡെൽ മർഫിയെ കാണിക്കുന്നു. അവൻ തന്നെയാണ് ആ കാട്ടിൽ നടക്കുന്ന റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റ്. ഷോയുടെ പേര് അപ്പോക്കലിപ്സ് എന്നാണ്. ഈ ഷോയിലേക്ക് ആകെ 6 മത്സരാർത്ഥികളാണ് എത്തേണ്ടത്. എന്നാൽ കിംബലി അവിടെ എത്തുന്നില്ല. കാരണം വഴിമധ്യേ തന്നെ അവൾ മ്യൂട്ടന്റുകളുടെ ഇരയായി മാറിയിരുന്നു. ഷോയുടെ ഡയറക്ടർ മൈക്കൽ എന്ന യുവാവാണ് മുഴുവൻ പരിപാടിയും കൈകാര്യം ചെയ്യുന്നത്. ഷൂട്ടിങ്ങിന് എല്ലാവരും തയ്യാറാകുമ്പോൾ കിംബലി മിസ്സിംഗ് ആണെന്ന് അവൻ അറിയുന്നു. അതിനാലാണ് മൈക്കൽ അവളില്ലാതെ ഷൂട്ട് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഷോയുടെ സെക്കൻഡ് പ്രൊഡ്യൂസറായ മാരയോട് 6ാമത്തെ മത്സരാർത്ഥിയാകാൻ അവൻ പറയുന്നു. അവൾ അതിന് സമ്മതിക്കുന്നു. മുഴുവൻ കാട്ടിലും ക്യാമറകൾ സ്ഥാപിക്കുന്നു മത്സരാർത്ഥികളെ നിരീക്ഷിക്കാൻ. ഓരോ മത്സരാർത്ഥിയുടെയും ശരീരത്തിൽ പാർട്ടി ക്യാമറകളും ഘടിപ്പിക്കുന്നു. തുടർന്ന് ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ഡെൽ അവർക്കൊരു വിചിത്രമായ ടാസ്ക് നൽകുന്നു. കാട്ടിനുള്ളിൽ പോയി ഭക്ഷണം കണ്ടെത്തണം. 6 പേരെയും 3 ടീമുകളായി വിഭജിച്ച് ഓരോരുത്തർക്കും അവരുടെ ചുമതലകൾ വിശദീകരിക്കുന്നു. അതോടെ ഷോ ഔദ്യോഗികമായി തുടങ്ങുന്നു. RV വാനിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയുടെ ദൃശ്യങ്ങളിൽ നാം നീലിനെ കാണുന്നു. അവൻ ഒറ്റയ്ക്ക് ടോയ്ലറ്റിന് പോയിരിക്കുമ്പോൾ 3 ഫിംഗർ പിന്നിൽ നിന്നെത്തി അവനെ പിടിച്ചു കഴുത്തറുത്ത് കൊന്നുകളയുന്നു. അതേസമയം ഡെൽ കാട്ടിനുള്ളിൽ ഗെയിം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ വരുമ്പോൾ ആരോ അവന്റെ വാഹനം ലക്ഷ്യമാക്കി അമ്പെറിഞ്ഞ് ടയറുകൾ പൊട്ടിച്ചതായി അവൻ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഡെലിന്റെ മേൽ ആരോ അമ്പുകൾ എറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങുന്നു. ഡെൽ സാഹസികമായി പിന്നിലേക്ക് ഒളിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ മുന്നിൽ നിന്ന് 3 ഫിംഗർ തന്റെ കൊടുവാളെറിഞ്ഞ് അവനെ ആക്രമിക്കുന്നു. ഡെൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഉടൻ തന്റെ കത്തിയെടുത്ത് 3 ഫിംഗറിന്റെ ദിശയിലേക്ക് എറിയുകയും ചെയ്യുന്നു. കത്തി നേരെ അവന്റെ നെഞ്ചിൽ കുത്തിക്കയറുന്നു. എന്നാൽ അതിന് 3 ഫിംഗറിന് യാതൊരു പ്രതികരണവും കാണുന്നില്ല. മറിച്ച് കത്തിന്മേൽ പതിഞ്ഞ സ്വന്തം രക്തം അവൻ നക്കുന്നു. അപ്രതീക്ഷിതമായി ഒരു വാഹനം പിന്നിൽ നിന്ന് വന്ന് ഡെലിനെ ഇടിച്ചിടുന്നു. ഡെൽ ബോധം കെട്ടു വീഴുന്നു. മറ്റൊരു വശത്ത് മൈക്കൽ ടീമിന്റെ ഷൂട്ടിംഗ് തുടരുകയാണ്. സർവൈവൽ മാത്രമല്ല, ലോകത്തിന് കൂടുതൽ കാര്യങ്ങൾ കാണിച്ച് തന്റെ ചാനൽ പ്രശസ്തമാക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. എന്നാൽ ചില കാര്യങ്ങളിൽ മൈക്കൽ സമ്മതിക്കുന്നില്ല. എന്റെ കുടുംബവും ഈ ഷോ കാണും, അതിനാൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇലൈന ഈ അവസരം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടണമെന്നായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനായി അവൾ മൈക്കിളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെ നീനക്കും മാരയ്ക്കും ഒരു ടാസ്ക് ലഭിക്കുന്നു. അവർ നദിക്കരയിലെത്തി അത് പൂർത്തിയാക്കണം എന്നതാണ് നിർദ്ദേശം. ഇരുവരും വേഗത്തിൽ നദിക്കരയിലെത്തുന്നു. മാര മുന്നോട്ടു പോയി ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കുന്നു.
അപ്പോഴാണ് അവൾ മൈക്കിളെയും ഇലൈനയെയും ഒരുമിച്ച് കാണുന്നത്. അത് കണ്ടപ്പോൾ അവൾ വളരെ നിരാശപ്പെടുന്നു. കാരണം അവൾ ചെയ്തതെല്ലാം മൈക്കിളിനു വേണ്ടിയായിരുന്നു. അവൾ ദുഃഖിതയായി മാറുന്നു. ഇലൈന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം എമ്മും ജോൺസിയും കാട്ടിൽ ഒരു ബാർബിക്യൂ കണ്ടെത്തുന്നു. അതാണ് അവരുടെ ടാസ്ക് എന്നവർ കരുതുന്നു. അവർ അത് ഒരു തുണി ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോകുന്നു. മാരയ്ക്ക് ഇനി തുടരാൻ താൽപ്പര്യമില്ലായിരുന്നു. നടക്കുന്നതിനിടെ അവൾ ഒരു വീട്ടിന്റെ മുന്നിലെത്തുന്നു. മാര ആ വീട്ടിനുള്ളിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ഒരു ഫോൺ കണ്ടെത്താനാകുമോ എന്ന് നോക്കാൻ. വീട്ടിനുള്ളിൽ അവൾക്ക് വികൃതമായ ആളുകളുടെ ഒരു ഫോട്ടോ കാണുന്നു. ആ ചിത്രത്തിൽ ആകെ 4 പേർ: അമ്മ, സഹോദരൻ, സഹോദരി, കൂടാതെ മറ്റൊരാൾ. ഇവരെല്ലാവരും ഭീകര മ്യൂട്ടന്റുകളാണ്. അവൾ ആ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആരോ അലറിക്കൊണ്ട് അകത്ത് കയറുന്നു. നീനയും മാരയും ഒളിച്ചു നിന്ന് നോക്കുന്നു. അകത്ത് മ്യൂട്ടന്റ് അമ്മയും സഹോദരിയുമായിരുന്നു. അമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. സഹോദരി അവളെ മേശമേൽ കിടത്തി അവിടെ തന്നെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്നു. ജനിച്ച കുഞ്ഞ് വളരെ ഭീകര രൂപത്തിലുള്ളതായിരുന്നു. നീനയും മാരയും അത് കണ്ടു ഞെട്ടിപ്പോകുന്നു. അതേസമയം സഹോദരിയുടെ കണ്ണ് അവരുടെ മേൽ പതിക്കുന്നു. അവൾ ഉടൻ അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഉടൻ തന്നെ അവർ വാതിൽ അടച്ച് ഒരു കിടക്ക തള്ളിവെച്ച് വാതിൽ തടസ്സപ്പെടുത്തുന്നു. പക്ഷെ പുറത്തുനിന്ന് സഹോദരി വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ജാലകങ്ങളും അടച്ച നിലയിലായിരുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാത്തതിനാൽ അവർ ഭയന്ന് വിറങ്ങലിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ നിർബന്ധിതരായി അവർ ടോയ്ലറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. 2 പേരും ജീവൻ രക്ഷിക്കാൻ വേഗത്തിൽ ഓടുന്നു. എന്നാൽ പെട്ടെന്ന് സഹോദരൻ അവരെ കാണുന്നു. അവൻ ഒരു കൊടുവാളെറിഞ്ഞ് അവരെ ആക്രമിക്കുന്നു. അത് നേരെ വന്ന് മാരയുടെ തലയിൽ പതിക്കുന്നു. നീന മാരയെ രക്ഷിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതേസമയം സഹോദരൻ മാരയുടെ തലയിൽ കുടുങ്ങിയിരുന്ന കൊടുവാൾ പുറത്തെടുക്കുന്നു. പിന്നെ അവൻ നീനയുടെ പിന്നാലെ പോകുന്നു. നീന ഒളിച്ചിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നു. ഇതിനിടെ മ്യൂട്ടന്റ് അമ്മ ട്രക്കുമായി അവിടെ എത്തി പാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ട്രക്കിന്റെ മുകളിലായി മാരയുടെ മൃതദേഹവും കെട്ടിയിരിക്കുന്നു. അമ്മ മാരയുടെ ഒരു വിരൽ കടിച്ചെടുത്ത് അകലേക്ക് എറിഞ്ഞു കളയുന്നു. ആ വിരൽ നേരെ നീനയുടെ അടുത്തേക്ക് വീഴുന്നു. ഭയന്ന നീന തന്റെ വായ് കൈകൊണ്ട് മൂടി ശബ്ദമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നു. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം നീനയും പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മൈക്കിൾ അവിടെ നിന്ന് ഹാവിയിലേക്ക് പോകുന്നു. പിന്നിൽ ഇലൈന ഒറ്റയ്ക്ക് ബാക്കി വരുന്നു. മ്യൂട്ടന്റ് സഹോദരൻ ഒളിച്ചുനിന്ന് ഇലൈനയെ ഏറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ സഹോദരിയും അവിടെ എത്തുന്നു. ഇലൈനയെ കണ്ടപ്പോൾ അവൾ അസൂയയോടെ സഹോദരനെ അടിക്കാൻ തുടങ്ങുന്നു. ഇലൈന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സഹോദരി ഒരു കത്തിയെടുത്ത് അവളുടെ പിന്നാലെ പോകുന്നു. അവൾ ഇലൈനയുടെ അരയിൽ നിരവധി പ്രാവശ്യം കുത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇലൈന അവിടെ വെച്ചു തന്നെ മരിക്കുന്നു. ഡെലിന് ബോധം വന്നപ്പോൾ ആരോ അവനെ തലകീഴായി തൂക്കിയിരിക്കുന്നതായി കാണുന്നു. അവന്റെ മുന്നിൽ 3 ഫിംഗർ നിൽക്കുന്നു. നീലിനെ കഷ്ണങ്ങളാക്കി ഡിന്നറിന് തയ്യാറാക്കുകയാണ് അവൻ. അതേസമയം പാവും അമ്മയും ട്രക്കുമായി അവിടെ എത്തുന്നു. മാരയുടെ മൃതദേഹം അവിടെ വെച്ച ശേഷം അവർ പോകുന്നു. 3 ഫിംഗർ ഡെലിനെ കൊല്ലാൻ പോകുമ്പോൾ ഡെൽ അവനെ പരിക്കേൽപ്പിച്ച് സ്വയം മോചിതനാകുന്നു. ധൈര്യശാലിയായ സൈനികനായ ഡെൽ 3 ഫിംഗറിനെ ശക്തമായി നേരിടുന്നു. ഒടുവിൽ അവന്റെ തോക്ക് പിടിച്ചെടുത്ത് 3 ഫിംഗറിനെ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം മൈക്കിൾ ഹാവിയിലേക്ക് എത്തി ക്യാമറകൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. അപ്രതീക്ഷിതമായി വാഹനം സ്വയം ഓടിത്തുടങ്ങുന്നു. നീലാണ് ഓടിക്കുന്നതെന്ന് മൈക്കിൾ കരുതുന്നു. പക്ഷേ വാഹനം ഓടിച്ചിരുന്നത് പാവും അമ്മയുമായിരുന്നു. അവർ മൈക്കിളെ പിടികൂടി അവനെ ക്രൂരമായി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ജോൺസിയും സംഘവും സന്തോഷത്തോടെ ബാർബിക്യൂ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നീന ഭയത്തോടെ ശ്വാസം മുട്ടി അവരിലേക്ക് ഓടിയെത്തുന്നു. സംഭവിച്ച എല്ലാം അവൾ അവരോട് പറയുന്നു. ഇവിടെ ഇനി 1 മിനിറ്റ് പോലും നിൽക്കാൻ പാടില്ല, നമുക്ക് ഉടൻ ഇവിടെ നിന്ന് പോകണം എന്ന് അവൾ ആവശ്യപ്പെടുന്നു.
പക്ഷേ ജോൺസി അത് ഷോയിലെ അഭിനയത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. നീന അഭിനയിക്കുകയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അതിനിടെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ബാർബിക്യൂവിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. അതിന്റെ മുകളിൽ കിംബലി എന്ന ടാറ്റൂ കാണുന്നു. അതോടെ അവർ ഞെട്ടിപ്പോകുന്നു. ഇതുവരെ അവർ കിംബലിയുടെ കാലാണ് കഴിച്ചിരുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇത് കണ്ടതോടെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവരവർ RV1 അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പേപ്പർ മില്ലിലേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. ഇതിനിടെ ഡെലിനും ആ വീട് കണ്ടെത്താൻ കഴിയും. അവിടെ അവൻ മെയ്നാർഡിനെ കാണുന്നു. മെയ്നാർഡ് ഈ സിനിമയുടെ പാർട്ട് 1 ഗ്യാസ് സ്റ്റേഷന്റെ ഉടമയായിരുന്നു. ഡെൽ തന്റെ മുറിവുകളിൽ തുന്നൽ ഇടുകയാണ്. മെയ്നാർഡ് അവനോട് മ്യൂട്ടന്റുകളെക്കുറിച്ച് പറയുന്നു. ഇൻബ്രീഡിങ്ങും പേപ്പർ മില്ലിൽ നിന്നുള്ള രാസമാലിന്യവും ചേർന്നതാണ് ഇവരുടെ രൂപവൽക്കരണത്തിന് കാരണം എന്ന് അവൻ വിശദീകരിക്കുന്നു. ഡെൽ 3 ഫിംഗറിനെ കൊന്നതായി അറിഞ്ഞതോടെ മെയ്നാർഡ് കോപത്തോടെ ഡെലിനെ ആക്രമിക്കുന്നു. 3 ഫിംഗർ എൻ്റെ മകനായിരുന്നു എന്നവൻ പറയുന്നു. ഡെൽ അവിടെ കിടന്നിരുന്ന ഒരു ഡൈനാമൈറ്റ് എടുത്ത് മെയ്നാർഡിന്റെ പിന്നാലെ എറിയുന്നു. വലിയ സ്ഫോടനമുണ്ടാകുകയും മെയ്നാർഡ് കഷ്ണങ്ങളായി ചിതറുകയും ചെയ്യുന്നു. അതിനുശേഷം ഡെൽ മ്യൂട്ടന്റുകളെ നേരിടാൻ തയ്യാറെടുക്കുന്നു. ആവശ്യമായ ആയുധങ്ങളും ഉപകരണങ്ങളും എല്ലാം ശേഖരിക്കുന്നു. അതേസമയം 4 പേരും പേപ്പർ മിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ കാട്ടിൽ നിന്ന് ആരോ കൂവുന്ന ശബ്ദം കേൾക്കുന്നു. അത് മ്യൂട്ടന്റ് സഹോദരനും സഹോദരിയുമായിരുന്നു. അവർ ഇവരെ കണ്ടതോടെ പിന്നാലെ പോകുന്നു. ഇവിടെയും നീന തന്റെ സ്വാർത്ഥ സ്വഭാവം കാണിക്കുന്നു. അവൾ മറ്റുള്ളവരെ അവിടെ വിട്ട് ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടുന്നു. ബാക്കി 3 പേർ മ്യൂട്ടന്റ് സഹോദരനും സഹോദരിയുമായി പോരാടുന്നു. കടുത്ത പോരാട്ടത്തിന് ശേഷം അവർ അവരെ പരിക്കേൽപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഓടിക്കൊണ്ടിരുന്ന നീന ഒരു കുഴിയിൽ വീഴുന്നു. പുറത്തേക്ക് കയറാൻ അവൾ വളരെ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അവൾ അകത്ത് കുടുങ്ങിപ്പോകുന്നു. നീന സ്വാർത്ഥ സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു. പലപ്പോഴും അവൾ മറ്റുള്ളവരെ പ്രശ്നത്തിൽ വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാലും ജാക്ക് അവളെ തിരയാൻ തീരുമാനിക്കുന്നു. അവൻ ജോൺസിയോട് പറയുന്നു, നിങ്ങൾ 2 പേരും മില്ലിലേക്ക് പോകൂ, നാം അവിടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ജാക്ക് നീനയെ അന്വേഷിക്കാൻ പോകുന്നു. നീനയുടെ നിലവിളി കേട്ട് ജാക്ക് അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ഒടുവിൽ അവളെ കണ്ടെത്തി കുഴിയിൽ നിന്ന് പുറത്തെടുക്കാൻ അവൻ വിജയിക്കുന്നു. എന്നാൽ അവളെ രക്ഷിക്കുന്നതിനിടെ ജാക്കിന്റെ തോളിന് പരിക്ക് പറ്റി ഡിസ്ലോക്കേറ്റ് ആവുന്നു. അതിനിടെ ഒരു ട്രാപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. അവർ ഉടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഓടിക്കൊണ്ടിരിക്കെ അവർ ഒരു അറ്റത്തേക്ക് എത്തുന്നു. താഴെ ഒരു നദിയായിരുന്നു. അതിനിടയിൽ മ്യൂട്ടന്റ് സഹോദരി അവിടെ എത്തി വെടിവെക്കാൻ തുടങ്ങുന്നു. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതിനാൽ അവർ നദിയിലേക്ക് ചാടുന്നു. മറ്റൊരു ഭാഗത്ത് ആംബറും ജോൺസിയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺസി ഒരു ട്രാപ്പിൽ കുടുങ്ങുന്നു. അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആംബറും അതേ ട്രാപ്പിൽ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ പായും സഹോദരനും അവിടെ എത്തുന്നു. പാ അവരെ ലക്ഷ്യം വയ്ക്കുമ്പോൾ സഹോദരൻ അവസരം നൽകുന്നു. സഹോദരൻ ഒരു അമ്പ് കൊണ്ട് ഇരുവരെയും കൊന്നുകളയുന്നു. ഇതിനിടെ നീനയും ജാക്കും വലിയ പ്രയാസത്തോടെ പേപ്പർ മില്ലിലെത്തുന്നു. അവിടെ ഒരു അലമാരക്കുള്ളിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ അസ്ഥികൂടം അവർ കണ്ടെത്തുന്നു. അത് കണ്ട നീന ഭയന്ന് വിറങ്ങലിക്കുന്നു. ആ കുഞ്ഞും മ്യൂട്ടന്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ഒളിച്ചിരിക്കാമെന്നും കഥാതിരിക്കവേ അവിടെ വെച്ച് മരിച്ചിരിക്കാമെന്നും അവൾ കരുതുന്നു. ഭയന്ന നീന വീണ്ടും ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ജാക്ക് അവളെ പിടിച്ചു പറയുന്നു, ജോൺസിയും ആംബറും ഇവിടെ വരും, നമുക്കവരെ കാത്തിരിക്കണം. അവിടെ ചുറ്റും നോക്കുമ്പോൾ നിരവധി ഇരകളുടെ വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നതായി അവർ കാണുന്നു. അവരുടെ RV1 അവിടെ തന്നെയുണ്ട്. ആ വാനിനുള്ളിൽ നിന്ന് മൈക്കിളിന്റെ തുടർച്ചയായ നിലവിളി കേൾക്കുന്നു. അവനെ രക്ഷിക്കാൻ ഇരുവരും മുന്നോട്ടു പോകുന്നു. ജാക്ക് അകത്ത് കയറുമ്പോൾ മൈക്കിൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവൻ കാണുന്നു. പക്ഷേ അമ്മ അവനെ ക്രൂരമായി കൊന്നുകളയുന്നു. അത് കണ്ട ജാക്ക് ഇത് അവർക്കായി വെച്ച ഒരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിനോടകം വൈകിയിരുന്നു. കാരണം അവർ ഇരുവരെയും പിടികൂടുന്നു. നീന ബോധം പ്രാപിക്കുമ്പോൾ അവളെ ഡൈനാമൈറ്റ് വെച്ചിരിക്കുന്ന മേശയുടെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്നതും ജാക്കിനെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്നതും അവൾ കാണുന്നു. അതേസമയം
കുടുംബത്തിന്റെ ഡിന്നർ സമയമാകുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവർ പ്രാർത്ഥിക്കുന്നു. ബ്രദർ ബലമായി നീനയുടെ വായിൽ ഭക്ഷണം തള്ളിക്കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ആ ഫാക്ടറിയാണ് അവരുടെ യഥാർത്ഥ വീട് എന്നതാണ്. അമ്മ ശേഷിച്ച ശരീരഭാഗങ്ങൾ ഗ്രൈൻഡറിലിട്ട് അരയ്ക്കുന്നു. അതേസമയം ഡെൽ ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നു. പുറത്തു വരുന്നതിനിടെ ഡെലിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു. അത് കേട്ട് അവർ അവനെ തിരയാൻ തുടങ്ങുന്നു. ഡെൽ ബ്രദറെയും സിസ്റ്ററെയും തന്റെ ട്രാപ്പിൽ കൊടുക്കുന്നു. തുടർന്ന് ഡൈനാമൈറ്റ് പൊട്ടിച്ച് അവരെ ഇല്ലാതാക്കുന്നു. ഇതിനിടെ നീന സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനിടെ ഡെൽ അകത്തെത്തി അവളെ മോചിപ്പിക്കുന്നു. അതിനുശേഷം ഡെൽ ജാക്കിനെയും അഴിച്ചുവിടുന്നു. അതേസമയം പാവും അമ്മയും അവിടെ എത്തുന്നു. സ്വന്തം മക്കൾ തകർന്നു കിടക്കുന്നത് കണ്ട അവർ ഇരുവരുടെയും നിയന്ത്രണം വിട്ടുപോകുന്നു. പാ ഡെലിന് നേരെ പലതവണ അമ്പുകൊണ്ട് ആക്രമിക്കുന്നു. പക്ഷേ ഡെൽ ശക്തനായ ആളായതിനാൽ അവൻ എളുപ്പത്തിൽ വീഴുന്നില്ല. അമ്മ അവന്റെ നേരെ ഒരു മൂർച്ചയുള്ള ആയുധമെറിഞ്ഞുവിടുന്നു. അത് അവന്റെ കഴുത്തിൽ കുടുങ്ങി. അവന്റെ കഴുത്ത് ഗുരുതരമായി മുറിയുന്നു. വളരെയധികം രക്തസ്രാവം സംഭവിച്ച് അവൻ അവിടെ തന്നെ മരിക്കുന്നു. നീന ഏറെ ബുദ്ധിമുട്ടോടെ ആ മില്ലിൽ നിന്ന് പുറത്തേക്കെത്തുന്നു. എന്നാൽ ജാക്ക് വഴിതെറ്റി ഗ്രൈൻഡറുള്ള മുറിയിലേക്ക് പോകുന്നു. അമ്മയും പാവും അവിടെയെത്തി അവനെ ബലമായി ഗ്രൈൻഡറിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നു. ജാക്കിന്റെ നിലവിളി കേട്ട് നീന അവനെ രക്ഷിക്കാൻ അകത്തെത്തുന്നു. അവൾ പാവിന്റെ കഴുത്തിലേക്ക് ചാടിപ്പിടിച്ച് അവനെ ആക്രമിക്കുന്നു. ജാക്ക് പാവിനെ ഗ്രൈൻഡറിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നതിനിടെ അവന്റെ ഒരു കൈ വെട്ടിപ്പോകുന്നു. അന്നേരം അമ്മ അവനെ ഗ്രൈൻഡറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. അതിനിടെ നീന ഒരു ലീവർ വലിക്കുന്നു. അതിലൂടെ ഒരു വലിയ മരക്കട്ട നീങ്ങി വന്ന് അവരെ ഇടിച്ചു നേരെ ഗ്രൈൻഡറിലേക്ക് തള്ളുന്നു. അവർ ഗ്രൈൻഡറിൽപ്പെട്ട് ചിതറിപ്പോകുന്നു. പിന്നീട് നീനയും ജാക്കും കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവസാന സീനിൽ ത്രീ ഫിംഗർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല. കൂടാതെ മറ്റൊരു ഭീകരതയ്ക്ക് സൂചന നൽകിക്കൊണ്ട് ചിത്രം അവസാനിക്കുന്നു. അങ്ങനെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് എന്ത് സംഭവിച്ചു എന്നറിയാൻ പാർട്ട് 3 കാണുവാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള നിരവധി വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.